നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ savebox.in ഈ വരുന്ന ജൂൺ 22-ന് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. savebox.in-ന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ശരി, എല്ലാവിധ ആശംസകളൊക്കെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ജയസൂര്യയെ ഇഡി പൊക്കി. എന്തിനാണ് ഇഡി പൊക്കിയത്? കുറെ പേര് വിചാരിക്കുന്നു ടാക്സ് എന്തോ വെട്ടിച്ച് ടാക്സ് ഒന്നും അടയ്ക്കാണ്ട് ആ ഒരു രീതിയിലാണ് ഇഡി പൊക്കിയത്. പിന്നെ വേറെ കുറെ പേര് വിചാരിക്കുന്നത് മറ്റേ മണ്ണ് നികത്തിയ കേസിലാണ്, അതിലാണ് ഇഡി പൊക്കിയത് എന്നൊക്കെ പലരും പലതും ഒക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ മഞ്ജു വാര്യർ, ബേസിൽ ജോസഫ്, അഹാന കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ, ഇവരെ അടക്കം എല്ലാവരെയും മിക്കവാറും ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അറസ്റ്റിലോട്ട് പോകുമെന്ന് അറിയത്തില്ല, എന്നാലും ചോദ്യം ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ചോദ്യം ചെയ്ത് അതിനുശേഷം അറസ്റ്റിലോട്ട് പോയാലും പോകാതിരിക്കാനും പോകുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടറിയാം. കാണാൻ പോണ പൂരം കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പൊ ഇവിടത്തെ വിഷയം ജയസൂര്യയെ ഇഡി പൊക്കി. എന്തിനാ? ടാക്സ് വെട്ടിപ്പൊന്നും അല്ല. സംഭവം എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒരു ന്യൂസ് കേട്ട് തന്നെ ആരംഭിക്കുമ്പോൾ നമുക്ക് ഉറുപ്പൂ തൊട്ട് കർപ്പൂരം വരെ ആരംഭിക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടി വച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ന്യൂസ് കേൾക്കാം. റിപ്പോർട്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കായി ബ്രാൻഡ് അംബാസഡർ കരാർ. ജയസൂര്യക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇഡി. ജയസൂര്യയും ഉടമ സ്വാദിഖ് റഹീമും തമ്മിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇഡി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ സ്വാദിഖ് റഹീമുമായുള്ളത് ബ്രാൻഡ് അംബാസഡർ ബന്ധം മാത്രമാണെന്ന് ജയസൂര്യ ഇഡിക്ക് മൊഴി നൽകി. ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ നീക്കം. സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, കാര്യം കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആരാടാ ഈ സ്വാദിഖ് റഹ്മാൻ, എന്താടാ ഇവിടെ ജയസൂര്യക്ക് സംഭവിച്ചത്, എന്താടാ ഈ സേവ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഒരു തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേലം വിളി പരിപാടിയില്ലേ, ഈ സകലമാന ഇലക്ട്രോണിക് സാധനങ്ങൾ അവിടെ കിട്ടും, ലേലം വിളിച്ചെടുക്കണം. അപ്പൊ ചിലപ്പോ നമുക്ക് 1.5 ലക്ഷത്തിന്റെ ഐഫോണ് ചിലപ്പോ 1 ലക്ഷത്തിന് കിട്ടാൻ, ചിലപ്പോ 10,000-നും 20,000-നും ഒക്കെ കിട്ടും. അത് ഏതാണ്ട് 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ ലേലം വിളി ഉള്ളൂ. ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ ലക്കിന് സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അതുകൊണ്ട് എങ്ങനെ പോയാലും ലാഭം ആണ് എന്ന് ആൾക്കാർ ചിന്തിക്കും. അതുപോലെ ആൾക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റി നല്ല ഒന്നാം തരം തട്ടിപ്പ്, ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ, അതിനുശേഷം കോടികൾ വരെ തട്ടിപ്പുകൾ ഈ സേവ് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വഴി നടന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇപ്പോഴും ആദ്യം തന്നെ പറഞ്ഞു പോവാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ ചോദിക്കും ഇതാടാ നീ പറയാൻ വന്നതെന്ന്. അല്ല, ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, ആക്ടേഴ്സ്, ആക്ട്രസ്മാര് ഇവരൊക്കെ ഓരോ സാമാനം പ്രൊമോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്താൽ അത് വളരെ കൃത്യമായിരിക്കും. അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തും വിശ്വസിച്ച് വാങ്ങാം, അല്ലെങ്കിൽ എന്തും വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തും വിശ്വസിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആൾക്കാർ അതൊന്നങ്ങ് മാറ്റി വെച്ചേക്ക്. അല്ലെങ്കിൽ മണലം തേഞ്ഞൊട്ടി അണ്ണാക്കി പിരിവെട്ടിയിരിക്കേണ്ട അവസ്ഥ ആളുകൾക്കുണ്ടാവും. എന്തായാലും ഈ സേവ് ബോക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ അജു വർഗീസ് ചേട്ടനുണ്ട്, അതുപോലെ ഗോകുൽ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുൽ സുരേഷ്, രണ്ടുപേരും കൂടി ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പ്രൊമോഷനിൽ തന്നെ തുടങ്ങണം. അത് തന്നെ തുടങ്ങിയാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇതിന്റെ അംബാസഡർ ആണ് ജയസൂര്യ. അതാണ് ജയസൂര്യ വെള്ളത്തിലായത്. അതുപോലെ ജയസൂര്യ 2 കോടി എങ്ങാണ്ട് ജയസൂര്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞും കൊണ്ടാണ് ഈ പരസ്യം പ്രൊമോഷൻ എല്ലാം ചെയ്യിപ്പിച്ചത്. എന്നാൽ 2 കോടി പെട്ട് 2 കോടി പോലും കിട്ടിയില്ല എന്നാണ് ജയസൂര്യൻ പറയുന്നത്. നമുക്ക് അതൊന്നും നോക്കാം, അതിലോട്ടും വരാം. അതിനു മുന്നേ എന്താണ് സേവ് ബോക്സ് പരസ്യം കാണാം. ഇത് നമ്മുടെ ചാക്കോച്ചി ജൂനിയർ. ഇതെന്റെ പുതിയ റീബാൻ ഗ്ലാസ്. സേവ് ബോക്സ് ബിഡിങ് പിടിച്ചതാ, വെറും 1000 രൂപയ്ക്ക്. പക്ഷേ ഇത് കണ്ട കടയാടികളുടെ മോന്തയ്ക്ക് ചേരത്തില്ല. ഇത് നമ്മുടെ കടയാടി ജൂനിയർ. ഇതെന്റെ പുത്തൻ വാഷിംഗ് മെഷീൻ. സേവ് ബോക്സ് ബിഡിങ്ങിൽ പിടിച്ചതാ, വെറും 5000 രൂപയ്ക്ക്. ഇത് കണ്ട ആപ്പ തറവാട്ടുകാരുടെ നിക്കർ അലക്കാനുള്ളതല്ല. ഏത് Don't fight boys, ലേലം അഭി ഭി ബാക്കി ഹൈ. കാലം മാറി, ലേലം മാറി. ഡൗൺലോഡ് ചെയ്യൂ സേവ് ബോക്സ്, കേരളാസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. എന്നും പുതിയ പ്രൊഡക്റ്റുകൾ, നിങ്ങൾ പറയുന്ന വില. സേവ് ബോക്സ്, ദി അൾട്ടിമേറ്റ് ലേലം. Just remember that.
ആ ഡയലോഗിനേക്കാളും മറ്റേ ഡയലോഗായിരുന്നു സൂപ്പർ. ഞങ്ങൾ കൊണ്ടകളല്ല അനാഥരാണ്. ആ സാധനം മതിയായിരുന്നു. മറ്റവന്റെ ഡയലോഗ്, അനിയന്റെ ഡയലോഗ്, അത് മതിയായിരുന്നു. അപ്പൊ സേവ് ബോക്സിനെ രണ്ടുപേരും കൂടി നല്ല അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റേബന്റെ ഒറിജിനൽ ഗ്ലാസ് 1000 രൂപയ്ക്ക് ലേലം ചെയ്ത് പിടിച്ചു. അതുപോലെ 5000 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ ലേലം ചെയ്ത് പിടിച്ചു. ഇതുപോലെ പലതും ലേലം ചെയ്ത് പിടിക്കാമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ പിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പിടുത്തത്തിന്റെ അടിയിൽ കൂടി നല്ലൊരു ഒഴുക്ക് സംഭവിച്ച് നല്ല ഒന്നാം തരം തട്ടിപ്പും നടന്നിട്ടുണ്ട് കോടികളുടെ. അപ്പൊ ആരാണ് ഈ സേവ് ബോക്സിന്റെ പരിപാടി എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുള്ള? അതായത് വേറെ ആരുമല്ല, സാദിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആളാണ് സേവ് ബോക്സ് കൊണ്ടുവന്നത്. അവൻ സേവ് ചെയ്ത് നാട്ടുകാരെ മൂഞ്ചിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഈ സാദിഖ് റഹ്മാൻ ആരാണ്? ഇവന് സിനിമാ ഫീൽഡിലുള്ള പിടിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് സിനിമാ ഫീൽഡിൽ ഉള്ള എല്ലാവരുമായിട്ട് അവന് നല്ല അന്യായ പിടിപാടാണ്. ആ പിടിപാടാണ് അവൻ അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. മഞ്ജു വാര്യർ, അജു വർഗീസ്, ജയസൂര്യ ഇവരെല്ലാവരെയും കൊണ്ടുവന്ന് ഇവൻ ഈ സാധനം പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ജനങ്ങൾ അതൊക്കെ കണ്ട് വിശ്വസിച്ചു. വാവ് അമേസിങ് എന്ന് ഉള്ള രീതിയിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. ജനങ്ങളിലേക്ക് ഇവൻ ഇൻജക്ട് ചെയ്തു. ഇൻഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി ഈ ആക്ടർമാരെ കൊണ്ട്. ഈ 2019 എങ്ങാണ്ടാണ് ഈ സാമാനം തുടങ്ങി വെക്കുന്നത്. അതിനുശേഷം ഇവന് സിനിമാ ഫീൽഡിൽ അത്രയ്ക്കും വലിയ ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവൻ ചെയ്യിപ്പിച്ചതും ഇങ്ങനെയൊക്കെ ആയതും. അവസാനം ഇപ്പൊ അവര് വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തിയത്. പിന്നെ എങ്ങനെയാണ് ഇവന് സിനിമയിൽ ഇത്രയും പിടിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ അപ്പൻ പൂനം റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാലഘട്ടത്ത് ഈ സിനിമ എന്ന് പറയുന്ന സാധനം ജനങ്ങളിലേക്ക് എത്താതെ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു പ്രൊജക്ടറൊക്കെ എടുത്തു വെച്ചും കൊണ്ട് ജനങ്ങളിലേക്ക് സിനിമ എന്താണെന്ന് എത്തിച്ചൊരു വ്യക്തിയാണ് ഈ പൂനം റഹ്മാൻ. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും ആദരവും ഇവനും കിട്ടി. ഇവനും പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ക്ലിക്കൊന്നും ആയിട്ടില്ല. ഇവനൊരു പട്ടിക്കുഞ്ഞിനെ അറിയത്തില്ല. ജസ്റ്റ് അതിലും ഇതിലൊക്കെ ആയിട്ട് അഭിനയിച്ച് പോയിട്ടുണ്ട്. ഇനി എങ്ങാണ്ട് നാട്ടുകാരെ അറിയും. കാരണം ഇപ്പം സേവ് ബോക്സിലൂടെ ഇവൻ എക്സ്പോസ് ആവുന്നത് കൊണ്ട് ഇനി നാട്ടുകാർ ഇവനെ അറിയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല പിടിപാട് സിനിമാ ഫീൽഡിലുണ്ട്. ഓക്കെ, ഇവന്റെ ഒരു ലോഞ്ചിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതാദ്യം ഒന്ന് കണ്ടു നോക്കാം. അന്ന് ജയസൂര്യ വന്നിട്ട് വാവ് അമേസിംഗ് സേവ് ബോക്സ്, എല്ലാവരും വരൂ, കേറൂ ഇതെല്ലാം കണ്ടു നോക്കാം. ഒരുപാട് സന്തോഷം. ആദ്യം സാധിക്കാണ് താങ്ക്സ് പറയുന്നത്. എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച്. സ്വാഗതം സേവ് ബോക്സിലും സേവ് ബോക്സിന്റെ കംപ്ലീറ്റ് ടീമിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. സദ്യയുടെ സേവ് ബോക്സിന് എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കേരളത്തിന് സ്വന്തം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വന്നിരിക്കുകയാണ്. ഇതും കൂടെ യൂസ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോ എന്താ പറയുക, ഇങ്ങനൊരു സേഫ് ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ചിന്തിച്ച ആ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു. ജോയ് താക്കൂർക്കാരനെ പോലത്തെ വേറൊരു ബ്രാൻഡിനെ എനിക്ക് കാണാൻ പറ്റിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു നല്ല നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ചു. ചരിത്രത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അതെ, ചരിത്രത്തിന്റെ ഭാഗമാകാനായതിൽ വലിയൊരു ഭാഗ്യം. എന്തായാലും ഇടി പൊക്കിയതിലും വലിയൊരു ഭാഗ്യമായിട്ട് സ്വയമേ കാണുന്നതായിരിക്കും നമ്മുടെ ജയേട്ടന് നല്ലത്. ആട് സിനിമ ഇറങ്ങാനൊക്കെ അതിന് ഷൂട്ടിംഗ് ആയിട്ടൊക്കെ പോകുന്നു. അതിന്റെ ഇടയിൽ കൂടി വള്ളികളും വന്ന് കയറി തരുന്നു. കുഴപ്പമില്ല അണ്ണ, എല്ലാം ശരിയാവും. എല്ലാം അതിൻ്റെതായ സമയത്ത് ശരിയാവും. അണ്ണൻ എന്തോ വരാനിരിക്കുക. ഹേമ കമ്മിറ്റി വന്നപ്പോൾ അപ്പോഴും ആരൊക്കെയോ അണ്ണനെതിരെ രംഗത്ത് വന്നു. ആരൊക്കെയോ അങ്ങനെ പലരും രംഗത്ത് വന്നു. അണ്ണൻ എന്താ ഓരോ വർഷം ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഏറിപ്പോന്നു. സർവ്വസാധാരണമാണ്. കുഴപ്പമില്ല അണ്ണ. അങ്ങനെ അണ്ണൻ പറഞ്ഞ ബാക്കി കേൾക്കാം. അണ്ണന് എല്ലാവരും ജസ്റ്റ് പറഞ്ഞപ്പോ അണ്ണൻ കുറച്ച് വായ്ത്താളമൊക്കെ കയറ്റി 2 കോടിയൊക്കെ ഓഫർ ചെയ്തോണ്ടേ കുറച്ച് ആഡംബരമായിട്ട് വാക്കുകൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു. കിട്ടി അണ്ണാക്കിൽ. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും. ഈ ഒരു നല്ല നിമിഷം ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു സംരംഭം കൂടെ കേരളത്തിന്റെ ഒരു സംരംഭമായിട്ട് വളരട്ടെ. ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചെറുപ്പക്കാരൻ വലിയൊരു വാഗ്ദാനമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. സ്വാതിക്കിനും സേവ് ബോക്സിനും എന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു വിജയാശംസ നേരുന്നു. സ്വാതിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമായിട്ട് സേവ് ബോക്സ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതെന്താ 2020 സിനിമയുടെ പാർട്ട് 2 ആണ്. എല്ലാവരും ഉണ്ടല്ലോ ബേസിൽ. ഹന്ന, മഞ്ജു വാര്യർ, പിന്നെ ജയസൂര്യ, മാളവിക, സകലമാന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ചോദിക്കും മഞ്ജു വാര്യർ എവിടെയാടാ? മഞ്ജു വാര്യൻ എങ്ങനെയാടാ ഇതിൽ പങ്ക് ആയത്? മഞ്ജു വാര്യൻ ആ സമയത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നെ പങ്കെടുത്തായിരുന്നു. പറയുന്നതും കേട്ടുകൊണ്ട് സേവ് ബോക്സ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന്. എവിടെയാണ് ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ്?
എന്റെ പൊന്നു മഞ്ജു ചേച്ചിക്ക് ആപ്പിന്റെ കോപ്പില്ല അർത്ഥം പോലും അറിയത്തില്ല. അതെന്താണ് നമ്മൾ ഉദ്ദേശിച്ചെന്ന് പോലും അറിയത്തില്ല. ചേച്ചി ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞായിരുന്നു. കേട്ടു നോക്കാം. നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ SafeBox.in ഈ വരുന്ന ജൂൺ 22 ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. SafeBox.in എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നല്ല കാര്യം. SafeBox.in എല്ലാവിധ ആശംസകളും ചേച്ചി നേർന്നു. പക്ഷെ ചേച്ചി ഓൺലൈൻ ഷോപ്പിംഗ് അല്ല അത് മറ്റേ ലേലം വിളിയാണ്. അവിടെ ബട്ടം ആ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ലേലം വിളി, അതായത് ഒരുത്തം 10 വിളിക്കുമ്പോൾ മറ്റോ 100 വിളിക്കും, അങ്ങനെ ആ സെറ്റപ്പാണ്. അതാണ് അവിടെ നടക്കുന്നത്. ചേച്ചി തെറ്റിദ്ധരിച്ചു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവന്മാർ ഈ മണി ചെയിൻ സെറ്റപ്പ് അവിടെ കൊണ്ടുവന്ന് മറ്റേ നിന്റെ കാലിന്റെ അടിയിൽ പിടിച്ച് 2 അടി, നിന്റെ കാലിന്റെ അടിയിൽ പിടിച്ച് 2 അടി എന്ന് പറയുന്ന സെറ്റപ്പില്ലേ, മറ്റേ സെറ്റപ്പ്. 4 hour ഉടായ്പകൾ അതൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായി. കണ്ട 4 hour പ്രോഡക്റ്റ് അവസ്ഥ ആർക്കും ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ പല ഉടായ്പകളിലും പെട്ട് വീണ് എന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ദൈവം നിങ്ങൾ ഒന്നിലും പോയി വീഴല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം ഒന്നിലും വീഴല്, ഒരിക്കലും നിങ്ങൾ ഒന്നിലും വീഴല്. ആപത്തിലേക്കാണ്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഞാൻ ഉള്ള കാര്യം പറയും. ഈ ആക്ട്രസ്സുമാരും ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് നേരെ ചാടിക്കറി അതിൻ്റെ അകത്ത് വീഴല്. കയ്യിലിരിക്കുന്ന പൈസ പോയി മൂഞ്ചി തെറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. അതുണ്ടാവാതിരിക്കട്ടെ ആശംസയാണ് ഞാൻ നൽകുന്നത്. അതുപോലെ ഈ ഇവൻ മണി ചേഞ്ച് സെറ്റപ്പ്, പിന്നെ വേറെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, മീൻസ് FD പോലെ എന്തോ ഇട്ടിട്ട് അടുത്ത അതിൽ നിന്ന് ഈ സാധനം നമ്മൾ ലേലം പിടിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ അങ്ങോട്ട് വെച്ചിട്ട്, അതായത് ഈ പൈസ കൊടുത്ത് നമ്മൾ പൈസ അല്ല വയ്ക്കുന്നത്, നമ്മൾ പൈസ കൊടുത്ത് ഇവന്റെ ഇതിൽ നിന്ന് കോയിൻ എന്തോ വാങ്ങിയിട്ട് ആ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ലേലം കളി കളിക്കുന്നത്. എന്നിട്ട് ലേലം വിളിച്ച് നമുക്കിപ്പോൾ ഒരു ഐഫോൺ കിട്ടിയെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയെന്ന് വെക്കുക. ഒരു 50,000 വാഷിംഗ് മെഷീൻ നമുക്ക് കിട്ടി. നമുക്ക് വാഷിംഗ് മെഷീൻ വേണ്ട, പകരം പൈസ മതിയെങ്കിൽ ആ സെറ്റപ്പും അതിലുണ്ട്. അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ 20,000 ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി ഇവ മൊത്തത്തിൽ ആളുകളെ മൊത്തം മൂഞ്ചിച്ചോണ്ട് കോടികൾ അടിച്ചോണ്ട് ഇവ മുങ്ങി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ മൂഞ്ചിയത് ED പോണതൊക്കെ ഈ പ്രൊമോട്ട് ചെയ്ത അംബാസഡർമാരെയും ടാക്സികളുടെയും പുറകെ ആയിപ്പോയി. എന്ത് പറയാം. എന്തായാലും മറുനാടൽ വന്നിട്ടുള്ള ആ പരിപാടി കേട്ടോക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ലേല ആപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നായിരുന്നു പരാതി. കേസിൽ സേവ് ബോക്സ് സ്ഥാപന ഉടമയായ തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളായിരുന്നു ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ. ഈ കേസിലാണ് ഇപ്പോൾ EDയും അന്വേഷണം നടത്തുന്നത്. ജന്മനാ തട്ടിപ്പുകാരനാണ് സ്വാദിഖ് റഹീം എന്നാണ് നിക്ഷേപകർ പറയുന്നത്. വില കുറഞ്ഞ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ബിഡിംഗ് ആപ്പ് വഴി വിൽക്കുന്ന പരിപാടിയാണ് ഇയാൾ ആദ്യം തുടങ്ങിയത്. കോവിഡ് കാലത്ത് ഇത് 8 നിലയിൽ പൊട്ടി. കേരളത്തിലെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്ന് വീമ്പടിച്ചായിരുന്നു തുടക്കം. പരസ്യത്തിനായി വൻ തുകകൾ മുടക്കി. നടൻ ജയസൂര്യയായിരുന്നു പ്രധാന ബ്രാൻഡ് അംബാസിഡർ. ജയസൂര്യയ്ക്ക് സ്വാദിഖ് 2 കോടി കൊടുക്കാനുണ്ടെന്നും പറയുന്നു. മഞ്ജു വാര്യർ, ബോബി ചമണ്ണൂർ തുടങ്ങിയ സെലിബ്രിറ്റികളെ മറയാക്കിയും ഇയാൾ ആളെ പിടിച്ചു. സ്വാദിഖ് റഹീം നിരവധി കമ്പനികൾ തുടങ്ങിയിരുന്നു. ബിഡ്വാല ആപ്പ്, സേവ് ബോക്സ് കൺസെപ്റ്റ്സ്, സേവ് ബോക്സ് എന്റർടൈൻമെന്റ്സ്, ത്രിഫ്റ്റി ഇൻക്യുബേഷൻ, ഫണ്ടമെന്റൽ ട്രേഡിംഗ് ലിമിറ്റഡ്, സേവ് ബോക്സ് എക്സ്പ്രസ് ലിമിറ്റഡ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ ഇയാൾ രൂപീകരിച്ചു. തൃശൂർ വിയൂർ സ്വദേശിയായ സ്വാദിഖ് റഹീമിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തട്ടിപ്പിനിരയായ ചാവക്കാട് സ്വദേശി മുനീർ കെയുടെ ദുരനുഭവങ്ങൾ നേരത്തെ മറുനാടനിലൂടെ പങ്കുവച്ചിരുന്നു. പല പുതിയ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ വരുന്നുവെന്ന് പറഞ്ഞായിരുന്നു നിക്ഷേപ സമാഹരണം. സേവ് ബോക്സ് എക്സ്പ്രസ്, ക്രിപ്റ്റോ, റോബോട്ടിക്കൽ ട്രേഡിംഗ്, സ്റ്റാർട്ടപ്പ് മെന്റർഷിപ്പ്, കോർപ്പറേറ്റ് മെന്റർഷിപ്പ്, ലീഗലൈസേഷൻ, ആർബിട്രേഷൻ, അങ്ങനെ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഫൈലായിരുന്നു ഇയാളുടേത്. 1 ലക്ഷം മുതൽ 1 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ട്. പലരും പരാതിയുമായി മുന്നോട്ട് വരാൻ തന്നെ മടിച്ചിരുന്നു. കാരണം കേസ് കൊടുത്താൽ കാശ് തിരിച്ചു കിട്ടുമോ എന്നതായിരുന്നു പലർക്കും ഭയം. ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടായിരുന്നു. തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാൾ മുങ്ങുകയായിരുന്നു. നേരത്തെ ദുബായിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയതായും ആരോപണം ഉയർന്നിരുന്നു. ബിഡിംഗ് ആപ്പിന്റെ മറവിൽ കിട്ടിയ പണം സ്വാദിഖ് എന്തിനു ഉപയോഗിച്ചു എന്ന കാര്യവും ദുരൂഹമാണ്. ലേലം വിളിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ നേടിയെടുക്കുന്ന പരിപാടിക്കാണ് സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് ഉപയോഗിച്ചിരുന്നത്. ഉദാഹരണത്തിന് 40,000 വിലയുള്ള ഒരു ലാപ്ടോപ്പ് 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ലേലം വിളിച്ചു തുടങ്ങാം. കൂടുതൽ ആളുകൾ വന്നാൽ വീണ്ടും ലേലം വിളിക്കും. കൂടുതൽ ബിഡുകൾ ഉണ്ടോ എന്ന് 2 മിനിറ്റോളം ആപ്പിന്റെ സംവിധാനം കാത്തിരിക്കും. പിന്നീട് എത്ര തുകയ്ക്കാണോ ഒടുവിൽ ലേലം വിളിച്ചത് ആ തുകയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും. ഇതായിരുന്നു തട്ടിപ്പിന്റെ പ്രാഥമിക രൂപം. തുടർ വിദ്യാഭ്യാസത്തിന് വായ്പ എടുത്തവർ പോലും സ്വാദിഖിന്റെ വലയിൽ വീണിട്ടുണ്ട്. സ്ത്രീകളെയും യുവാക്കളെയുമായിരുന്നു ഇയാൾ കൂടുതലും വീഴ്ത്തിയത്. തൃശൂർ ആസ്ഥാനമായിട്ടായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. തൃശൂർ തന്നെ 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു. മറ്റു ജില്ലകളിലും വേറെ. സേവ് ബോക്സ് ആപ്പിന്റെ ലൈസൻസ് കിട്ടാൻ താൻ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുവെന്നായിരുന്നു ഇയാളുടെ അവകാശവാദങ്ങൾ. ഏറ്റവും മികച്ച സംരംഭകനുള്ള പുരസ്കാരം, കാരവൻ ടൂറിസത്തിന്റെ പ്രൊമോട്ടർ എന്നിങ്ങനെ സെൽഫ് പ്രൊമോഷൻ. സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന പേരിൽ ആമസോൺ ഒക്കെ പോലെയുള്ള ഡെലിവറി സിസ്റ്റം, 25,000 രൂപ നിക്ഷേപിച്ചാൽ മാസം 5 ലക്ഷം രൂപ സമ്പാദിക്കാം. കേരളത്തിലുടനീളം സേവ് ബോക്സ് സ്റ്റോർ തുടങ്ങാമെന്ന് പറഞ്ഞ് പലരിൽ നിന്ന് ലക്ഷങ്ങൾ. സ്റ്റാർട്ടപ്പ് മോഹങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിച്ച് വിദേശ ഏഞ്ചൽ നിക്ഷേപകരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുരുക്കൽ. സ്റ്റാർട്ടപ്പ് ആശയം അടിച്ചുമാറ്റി പുറത്ത് വിൽക്കൽ. വെറുതെ ഇരുന്നാൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്നിങ്ങനെ വളരെ വ്യാപ്തിയേറിയതായിരുന്നു ഇയാളുടെ തട്ടിപ്പിന്റെ രീതി. ഓക്കെ, തട്ടിപ്പിന്റെ രീതികളൊക്കെ കേട്ടല്ലേ, ഞെട്ടി പോകുന്നു. ഇവന്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സകലമാന നടന്മാരും അടികാരും ഒട്ടൊക്കെ ഫോട്ടോസ്, അതുപോലെ പാർട്ടിക്കാർ ഇവരൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് നേരത്തെ വച്ചിട്ടുണ്ട്. ഈ പുണാറ മോൻ ഇതിന്റെയൊക്കെ മറവിലാണ് ഇവൻ ജനങ്ങളുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റി. അതിനെ തുടർന്ന് തട്ടിപ്പ്, പല രീതിയിലുള്ള തട്ടിപ്പ് നിങ്ങൾ കേട്ടല്ലേ.
മണി ചെയിൻ പരിപാടി, കാലിനടിയിൽ മറ്റേ ചേർക്കണ പരിപാടി, അതെല്ലാം ഉണ്ട് കേട്ടോ. ദൈവം ചെയ്തിട്ട് ഇതിലൊന്നും പോയി വഴില്ല. നമ്മൾ പണ്ട് ഈ 4 hour എന്ന വരുന്ന പരിപാടി ഞാൻ ദൈവം സഹായിച്ച് ഒരുത്തനും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നെ പിടിച്ച ഒരാൾ ആഡ് ചെയ്ത്, ഒരാളുടെ പ്രഷറിൽ, അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പ്രഷറിലാണ് ഞാൻ ആഡ് ആയത്. അതിനുശേഷം ഞാൻ ആരെയും ആഡ് ചെയ്തിട്ടില്ല. കാരണം നാളെ എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രം സഹിച്ചാതില്ല. എന്തിനാണ് ഞാൻ ആഡ് ചെയ്തവരെയും കൂടി വായിരിക്കണ കേൾക്കുന്നത്? നമുക്ക് ഒരിക്കലും ഉപകാരമില്ലാത്ത കുറച്ച് പ്രോഡക്ട്സ് കൊണ്ട് തരും. അതിലൊരു സാധനമാണ് ഇപ്പോഴും കിടക്കുന്നത്. അതിൽ ഞാൻ ഒന്ന് തേന് മാത്രം കുടിച്ച് തീർത്ത്, ബാക്കിയൊക്കെ ഇവിടെ തന്നെ അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നമുക്ക് ഉപകാരമില്ലാത്ത കുറെ സാമാനങ്ങളും വരെ തന്നും കൊണ്ട് നല്ല ഒന്നാം തരം പട്ടിപ്പും തട്ടിപ്പും നടത്തും. എന്നിട്ട് ഇതിൽ നമ്മൾ വീഴും. അതിൻ്റെ അടിയിൽ വേറെ ഒരു തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാപ്പാര ഓടും. ആരെങ്കിലുമൊക്കെ പിടിച്ച് അടിയാൻ അവസാനം നമ്മൾ മൂഞ്ചും. അതേപോലത്തെ മറ്റൊരു പരിപാടി തന്നെയാണ് ഇതും. പല രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ലക്ഷങ്ങളാണ് ഇവന്മാരെടുത്ത് മുന്നിൽ വയ്ക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പ്രോഗ്രാമും അതും ഇതൊക്കെ എവിടെയൊക്കെ വെച്ച് നടത്തും. അപ്പോഴൊക്കെ ഇവന്മാർ ചെയ്യുന്ന സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവൻ ഒന്നുമില്ലാതെ ഇരുന്ന് ബെഞ്ച് വാങ്ങി, BMW വാങ്ങി, ഓടി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അതൊക്കെ കണ്ട് കുറെ വാഗ്ദാനങ്ങളും മോഹവാഗ്ദാനങ്ങളും തന്ന് നമ്മളെ കണ്ണും മഞ്ഞളിപ്പിച്ച് അങ്ങനെ ഇരുത്തും. പക്ഷെ ഞാനന്ന് വാഗ്ദാനത്തിലല്ല ഞാൻ വീണത്. സത്യം പറഞ്ഞാൽ ഫ്രണ്ടിന്റെ പ്രഷറിൽ ഞാൻ വീണു പോയതാണ്. ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ ആരെ ആഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ കുറച്ച് ട്രൈ ചെയ്തായിരുന്നു. ദൈവം സഹായിച്ച് ആരും ആഡ് ആയില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നേനെ. കയ്യിലിരുന്ന പൈസ പോയതിന്റെ പുറകെ വീണ്ടും പോയേനെ. അതുകൊണ്ട് അതിന് ഞാൻ സേഫായി. ഇനി നമ്മുടെ ഈ പുന്നാര മോനില്ലേ, നമ്മുടെ ഷാനിക്ക് നെഹ്മാൻ മോൻ, ഈ മോൻ വന്നിട്ട് ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എന്റെ മോനെ നമ്മൾ തന്നെ വിചാരിച്ചു, ഇവ ഇത്രയും നല്ല എളിയ കുഞ്ചൊരു വാവയായിരുന്നു എന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു സേവ് ബോക്സ്. സേവ് ബോക്സ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. ബിഡിംഗ് എന്നാൽ ലേലം. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ബ്രാൻഡ് ന്യൂ ഫാക്ടറി പ്രൊഡക്റ്റുകൾ പരമാവധി ഡിസ്കൗണ്ടിൽ, അതും ലേലത്തിലൂടെ. സേവ് ബോക്സിൽ എല്ലാ പ്രൊഡക്റ്റുകളും ലേലം ആരംഭിക്കുന്നത് 1 രൂപയിൽ നിന്നുമാണ്. ഓരോ ബിഡ് ഇവന്റിലും വിജയികളെ നിശ്ചയിക്കുന്നത് ഒരു അഡ്മിൻ പാനലാണ്. അതിനായി സേവ് ബോക്സിൽ ഒരു അഡ്മിൻ പാനൽ ടീം തന്നെ സജ്ജമായിട്ടുണ്ട്. ഓരോ ബിഡ് ഇവന്റും അല്ലെങ്കിൽ ബിഡ് റൂമും ഇവന്റ് ക്ലോസ് ആകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പിൽ ബിഡ് ഇവന്റുകളിൽ പങ്കെടുക്കുമ്പോൾ 3 രീതിയിൽ അല്ലെങ്കിൽ 3 ചാൻസ് ആണ് നിങ്ങൾക്ക് വിജയിയാകാനുള്ളത്. നമ്പർ 1 ബീറ്റിംഗ് കൗണ്ട് ഡൗൺ, നമ്പർ 2 റീച്ചിങ് MRP ആൻഡ് നമ്പർ 3 റീച്ചിങ് ഡ്യൂറേഷൻ. എല്ലാ ബിഡ് പ്രോഡക്റ്റുകളും ലേലത്തിന് വെക്കുന്നത് 20 മിനിറ്റ് സമയത്തേക്കാണ്. അതിനെ നമ്മൾ ബിഡ് ഇവന്റ് ടൈം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരാൾ ലേലം വിളിച്ച് അടുത്തൊരാളുടെ ലേലം വിളിക്ക് കാത്തിരിക്കുന്ന സമയം 20 സെക്കൻഡാണ്. ഒരാൾ ലേലം വിളിച്ച് 20 സെക്കൻഡിനുള്ളിൽ വേറെ ആരും ലേലം വിളിച്ചില്ല എങ്കിൽ ആ പ്രൊഡക്റ്റ് ആ ബിഡർക്ക്, ലാസ്റ്റ് ബിഡ് ചെയ്ത ആൾക്ക് ലഭിക്കുന്നതായിരിക്കും. റീച്ചിങ് ഡ്യൂറേഷൻ എന്ന കാരണം കൊണ്ടാണ് ബിഡ് ഇവന്റ് അല്ലെങ്കിൽ ബിഡ് റൂം ക്ലോസ് ആവുന്നതെങ്കിൽ ആ ബിഡ് ഇവന്റിൽ ആരാണോ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോയിൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അയാളായിരിക്കും ആ ബിഡിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിഡ് ഇവന്റിലെ വിജയി. ലേലത്തിന് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ MRP വരെ ആളുകൾ ലേലം വിളിക്കുകയും MRP റീച്ച് ചെയ്തുകൊണ്ട് ബിഡ് ഇവന്റ് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇവന്റുകളിൽ ആരാണോ ഏറ്റവും കൂടുതൽ തവണ ബിഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബിഡ് ക്രെഡിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അയാളായിരിക്കും ആ ബിഡ് ഇവന്റിലെ വിജയി. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് വെർഷൻ 2.0യിൽ നോൺ റെഡീമബിൾ ബിഡ് ക്രെഡിറ്റുകളാണ് നിങ്ങൾ ബിഡിങ്ങിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഡിൽ നിങ്ങൾ വിന്നറായാൽ പിന്നീട് സേവ് ബോക്സിലേക്ക് ഒരു പേയ്മെന്റും അടയ്ക്കേണ്ടതില്ല. ബിഡിൽ വിൻ ചെയ്ത പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി 10 ദിവസത്തിനുള്ളിൽ സേവ് ബോക്സിന്റെ തന്നെ സ്റ്റാർട്ടപ്പായ ഡെലിവറി പാർട്ണറായ സേവ് ബോക്സ് എക്സ്പ്രസ് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ നിങ്ങൾ നൽകുന്ന വിലാസത്തിൽ എത്തിക്കുന്നതായി. സേവ് ബോക്സിൽ നിന്ന് നിങ്ങൾക്കും വരുമാനം നേടാം. എങ്ങനെയെന്നല്ലേ, സേവ് ബോക്സിൽ നിലവിലുള്ള ബിഡ് ആൻഡ് ഏൺ എന്ന ബിഡ് ക്രെഡിറ്റ് പാക്ക് വാങ്ങുമ്പോൾ 1000 ബിഡ് ക്രെഡിറ്റ്സ് ആണ് നിങ്ങളുടെ വാലറ്റിൽ ലഭിക്കുക. ഈ 1000 ബിഡ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഡ് പ്രൊഡക്റ്റ് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഡ് പ്രൊഡക്റ്റിന്റെ സേവ് ബോക്സ് പ്രൈസ് നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷായി റെഡീം ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ 1000 ബിഡ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000-ന്റെയോ 50,000-ന്റെയോ 1,00,000-ന്റെയോ ചിലപ്പോൾ ഐഫോണോ ആയിരിക്കും. എന്നാ വാഗ്ദാനങ്ങൾ, സകലമാന തട്ടിപ്പുകളും കൂടി അരച്ച് കലക്കി കുടിച്ചിട്ട് ഒരുത്തായിരുന്നു തുപ്പുന്നു. അതാണ് സേവ് ബോക്സ്. കണ്ടല്ലോ, സ്പെഷ്ട് സാധനോടാ. എന്തായാലും നീ കൊള്ളാടാ, നീ ഒരു കലക്കൻ ചിമിട്ടനാടാ ചിമിട്ടൻ. ഇനി ഞാൻ വേറെ വീഡിയോ കൊടുക്കാം കേട്ടോ. ഇവന്റെ തട്ടിപ്പുകളും ലക്ഷങ്ങളും കോടികളും അതും ഇതുമൊക്കെ ചപ്പ് ചവറുകളുണ്ട്. ഇവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തള്ള ആൾക്കാർ വീഴുകൂടെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് വീഴും. അവരാണ് ഈ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഏൺ ചെയ്യാം അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കുഴികളിലും പോയി ചാടുന്നത് ഏറ്റവും കൂടുതൽ കേട്ടോ. ഞാനൊക്കെ പല കുഴിയിലും ചാടി ചാടി പഠിച്ചു. ഇപ്പം കുഴികളിലൊന്നും ചാടാറില്ല. എന്നാലും എവിടെയോ ചാടിയിട്ടുണ്ടോ എന്നൊരു സംശയം. നോക്കാം. ഞാൻ പിന്നെ എന്തെങ്കിലും എഴുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പരിപാടി ചേർന്ന് കഴിഞ്ഞാൽ ആര്
എൻ്റെ കീഴിൽ ഞാൻ ആഡ് ചെയ്യത്തില്ല. കാരണം എനിക്ക് വിശ്വാസമില്ല. കാരണം നാളെ അതെന്തെങ്കിലും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഞാൻ മാത്രം സഹിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തവരുടെ വായിരിക്കുന്നതും കൂടി ഞാൻ കേട്ട് ആ നഷ്ടം കൂടി ഞാൻ പരിഹരിക്കേണ്ടി വരും. എന്തിനു വെറുതെ വയ്യാത്ത വേലിയൊക്കെ എടുത്ത് തലവെക്കുന്നത്? ഓക്കെ, ഒരു വീഡിയോ കൊടുക്കാം. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഫണ്ട് പോയിട്ടുണ്ട്. 5 ലക്ഷം രൂപയോളം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവൻ പറ്റിച്ചിരിക്കുന്ന മറ്റ് വ്യക്തികളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇതിനെതിരെ പലരും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലരും പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ മടിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ മറ്റു പലരും ലീഗലായിട്ട് പോകാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിലൊരു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ലോൺ എമൗണ്ട് പോലും ഇദ്ദേഹം പറ്റിച്ചു പോയൊരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഭാവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ, അദ്ദേഹത്തിൻ്റെ വീട് പോലും ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങിയിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പായത് സ്കാം ആയതുകൊണ്ട് ഇദ്ദേഹം തട്ടിപ്പ് ചെയ്യുന്നതിന് കൂടുതൽ ഇരയായിട്ടുള്ളത് സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ 5-6 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സമാനമായ രീതി എറണാകുളം, മലപ്പുറം, കാലിക്കറ്റ്, ബാംഗ്ലൂർ, ഗോവ എന്നീ ഏരിയകളിലും ഇവരുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്താണെങ്കിലും ഒരു മീഡിയ അന്വേഷണം, അതോടൊപ്പം തന്നെ ഒരു ലീഗൽ ആക്ഷൻ ഇതിന് രൂപപ്പെട്ടു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയും ഇതിനൊരു ഇരകൾ ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ തയ്യാറായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിഡിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മളൊരു പഞ്ചായത്തിൻ്റെ ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ പോലെ ഒരു ബിഡിങ് ആപ്പ് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു ബിഡിങ് ആപ്പ് ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഫ്ലേവേഴ്സ് ഇതിൽ വരുന്നതുകൊണ്ട് ആ ആപ്പിന് ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ പോലും ഇദ്ദേഹം നേരിട്ട് പോയി അപേക്ഷിക്കുകയും അതിന് നിരന്തരമായുള്ള ഫലം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല ഓൺട്രപ്രനർ അവാർഡ് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ കാരവൺ ടൂറിസം പോലുള്ള നമ്മളുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് കാരവൺ ടൂറിസം നമ്മളുടെ കേരളത്തിൻ്റെ. അതിന് ഏറ്റവും പ്രൊമോട്ടറായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇവരെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. പിന്നെ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ആമസോണും അതുപോലെ DHL പോലുള്ള ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിന്ന് 10 ലക്ഷം രൂപയായിട്ട് കളക്ട് ചെയ്യുന്നു. പിന്നെ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വെറും 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിപ്പിക്കുന്നു. ഇത് തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ്. അങ്ങേരെ മുഞ്ചി അവസ്ഥയാണ് അങ്ങേരെ വന്നിരുന്ന് പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം കേട്ടോ, ഇതുപോലത്തെ തട്ടിപ്പുകൾ ഇനിയും ഇവിടെ നടക്കും. ജനങ്ങൾ ഇനിയും പറ്റിക്കപ്പെടും. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ലീഗലി അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യത്തില്ല. തക്കതായ ശിക്ഷ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവന്മാർ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ട് കോടികൾ സമ്പാദിക്കും. ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇവന്മാർ കേസിന് വേണ്ടിയിട്ട് മാറ്റും. ബാക്കി കോടികൾ ഇവന്മാർ ഉണ്ടാക്കിയത് വെച്ച് ഇവന്മാരുടെ ലൈഫ് അടിപൊളിയായിട്ട് അങ്ങ് ജീവിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടുകളിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം നമ്മുടെ നിയമം, ലീഗൽ വശം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമവശത്തിൽ ഇവന്മാരെ കുരുക്കാനുള്ള എന്തെങ്കിലും നല്ല വകുപ്പ്, നല്ല ശിക്ഷ, ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും കുറച്ച് നാൾ കൊണ്ട് ജയിലിടുക, അല്ലെങ്കിൽ വക്കീലൊന്ന് വാദിച്ച് ഉരുണ്ട് നിൽക്കുന്ന ഈ ഒരു പരിപാടി അല്ലാണ്ട് ഇവന്മാരെ പൂട്ടുന്ന നല്ല ഒന്നാം തരം നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പിടിച്ചു നിർത്താൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു 10 കോടി തട്ടിപ്പ് നടത്തി, അതിൽ നിന്ന് ഒരു 2 കോടി എടുത്ത് കേസിന് ബാധിച്ചു കഴിഞ്ഞാൽ ബാക്കി 8 കോടി ഇവന് ലാഭമാണ്. അവന് ജീവിക്കാനും അവൻ്റെ 2, 3, 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതും ആയി. അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഇവിടെ തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും കൂടുന്നത്. കാരണം ഈ തട്ടിപ്പ് നടത്തുന്നവന്മാർ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവന്മാർ ഇങ്ങനെ ചിന്തിക്കുക, നമുക്ക് കേസ് നടത്താനായിട്ട് കുറച്ച് കോടി 2 കോടി മാറ്റിയിട്ടാലും ബാക്കി കോടി വെച്ച് നമുക്ക് ജീവിക്കുക എന്നുള്ള വകുപ്പ് അവന്മാർ ചിന്തിക്കുമ്പോഴാണ് അവന്മാർ ഇങ്ങനത്തെ തട്ടിപ്പ് ധൈര്യപൂർവ്വം ഇറങ്ങുന്നത്. അവന്മാർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇത് പിടിക്കപ്പെടുന്നതിന് മുന്നേ മാക്സിമം ഉണ്ടാക്കുക എന്നതാണ് അവന്മാരുടെ ഇന്റൻഷൻ. അത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഇതിലൊക്കെ പോയി ചാടാൻ. അല്ല ജയസൂര്യ ഏട്ടൻ പറഞ്ഞു, മഞ്ജു ചേച്ചി പറഞ്ഞു, അയ്യോ സേവ് ബോക്സ് വാ ചാടിക്കോ എന്ന് പറഞ്ഞ് ചാടിയ ഇതുപോലെ മൂഞ്ചിക്കൊണ്ടിരിക്കുക. കൂടുതലൊന്നും പറയാനില്ല, എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അതുപോലെ ഈ അംബാസഡർമാരും
പ്രൊമോഷൻ ചെയ്ത ഈ ആൾക്കാരെ വിട്ട് നഷ്ടപരിഹാരം ഉണ്ടായവർക്കും കൂടി സഹായം അങ്ങ് നഷ്ടപരിഹാരം നികത്താനും കൂടിയുള്ള ഒരു വകുപ്പും കൂടി കൊണ്ടുപോകണം കേട്ടോ. ചുമ്മാ എന്ത് കിട്ടിയാലും എടുത്തിട്ട് അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യും. അതിന്റെ അരിയും തിരിച്ച് നോക്കൂല. അതിന് മുമ്പേ പ്രൊമോഷൻ എല്ലാത്തിനും കിട്ടണം പണി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ സേവ് ബോക്സ് തട്ടിക്കപ്പെട്ടതോ വെട്ടിക്കപ്പെട്ടതോ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം.